Good morning all. ഇന്ന് നമ്മൾ എഫ്എമ്മിന്റെ തേർഡ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് സെക്ഷനിലോട്ട് കയറുവാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലോ ത്രൂ പാരലൽ പൈപ്പ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലോസസ് കൺസിഡർ ചെയ്തു, പിന്നെ പാരലൽ പൈപ്പല്ല സീരീസ് കണക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ലാസ്റ്റ് പോർഷൻ ആണ് പാരലൽ പൈപ്സ്. അപ്പം ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് പാരലൽ പൈപ്പിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഒരു 5 പ്രോബ്ലംസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് വാങ്ങി ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാ മൊഡ്യൂളിന്റെയും ഈ പെൻഡിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാവരും ചെയ്ത് നോക്കണം. അല്ലാതെ ഞാൻ തരുന്ന പ്രോബ്ലത്തിനെ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. നമുക്കൊരു ഗൈഡൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ബാക്കിയെല്ലാം നിങ്ങളാണ് ചെയ്യേണ്ടത്. സോ എല്ലാവരും ടെക്സ്റ്റ് വാങ്ങുക, കമ്പൽസറി ആയിട്ട് ടെക്സ്റ്റ് വാങ്ങുക. ടെക്സ്റ്റ് വാങ്ങിയിട്ട് ഇല്ലാത്ത പ്രോബ്ലംസ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ടെക്സ്റ്റ് കിട്ടത്തില്ലെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കോപ്പി നമുക്ക് അതിൻ്റെ PDF ഗൂഗിളിൽ കിട്ടും. ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയുള്ളവർ പൈസ എടുക്കാൻ ഇല്ലാത്ത ആൾക്കാർ അങ്ങനെയാണേലും ചെയ്യുക. എന്തായാലും ഒരു ടെക്സ്റ്റ് നമുക്ക് റെഫറൻസിന് വേണം. ആ ടെക്സ്റ്റിലെ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വരാവുള്ളൂ. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ടോപ്പിക് ഈസ് ഫ്ലോ ത്രൂ പാരലൽ പൈപ്പ്. Okay, consider a main pipe which divides into 2 or more branches as shown in figure and again join together downstream to form a single pipe. Then the branch pipes are said to be connected in parallel. The discharge through the main line is increased by connecting parallel pipes in parallel. Okay, അപ്പോൾ ഒന്ന് നോക്കിയേ. ആദ്യമേ നമുക്കൊരു മെയിൻ പൈപ്പ്, ഒരു സിംഗിൾ പൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, consider a main pipe which divide into 2 or more branches. Okay, ആ സിംഗിൾ പൈപ്പ് വന്നിട്ട് അത് 2 or more എത്ര ബ്രാഞ്ചസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ നോക്കിയ ഒരു കാര്യം ശ്രദ്ധിക്കുക, വരുന്ന ഡിസ്ചാർജ് Q ആണ്, ഒറ്റ ഡിസ്ചാർജ് വരുവാണ്. അപ്പൊ ആ ഡിസ്ചാർജ് നമ്മൾ 2 പൈപ്പിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈക്വൽ ആണെന്ന് പറയുന്നില്ല. ഇനി അതിന്റെ ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ ഈക്വൽ, ഡയമീറ്റേഴ്സ് ഒക്കെ ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈക്വൽ ആയിട്ട് ഡിസ്ചാർജ് കയറത്തുള്ളൂ. ഇല്ല ഈ ബ്രാഞ്ചസ് ആയിട്ട് കൊടുക്കുന്ന പൈപ്പ് വേരിയിങ് ഡയമീറ്റേഴ്സ് ആണെങ്കിൽ ഡിസ്ചാർജ് അവിടെ വേരി ചെയ്യും. അപ്പൊ ഈ വരുന്ന ഡിസ്ചാർജ് രണ്ടായിട്ട് സ്പ്ലിറ്റ് അപ്പ് ആയിപ്പോ. അപ്പൊ Q എന്ന് പറയുന്ന ഡിസ്ചാർജ് Q1 Q2 ആയിട്ട് മാറിപ്പോകും. ദെൻ കുറെ നേരം അത് ഫ്ലോ ചെയ്തിട്ട് അഗൈൻ എന്ത് പറ്റും, അത് പിന്നെയും ഒറ്റ പൈപ്പായിട്ട് കണക്ട് ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് പൈപ്പും സീരീസ് കണക്ഷനിലാണ്, പാരലൽ കണക്ഷനിലാന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. കൺസിഡർ എ മെയിൻ പൈപ്പ് വിച്ച് ഡിവൈഡ്സ് ഇൻടു 2 or more branch as shown in figure and again join together downstream to form a single pipe. Then the branch pipe are said to be in parallel. Okay, connected in parallel. The discharge through the main pipe is increased by connecting the pipe in parallel. അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കണ്ടേ, ആ പൈപ്പ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. The rate of flow in the main pipe is equal to the sum of rate of flow through the branch pipe. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നോക്കിയേ, ഈ ഒരു ലാസ്റ്റ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ആദ്യത്തെ ഡിസ്ചാർജ് വരുന്നു, അത് നമ്മൾ സ്പ്ലിറ്റ് ആവുന്നു. ദെൻ എഗെയിൻ അത് കണക്ട് ആവുന്നു. എഗെയിൻ കണക്ട് ആകുമ്പോൾ ഒരു സിംഗിൾ ഡിസ്ചാർജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ സിംഗിൾ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ സമ്മായിരിക്കും, ഒരു ബ്രാഞ്ചിൽ കൂടെ വരുന്ന ഡിസ്ചാർജ് ഉണ്ട്, വേറൊരു ബ്രാഞ്ചിൽ കൂടെ വരുന്ന ഡിസ്ചാർജ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഡിസ്ചാർജിന്റെ സമ്മാണ് നമുക്ക് ഫൈനൽ Q ആയിട്ട് കിട്ടുന്നത്. ഇനി കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാം ഈ ക്യൂവും ആദ്യത്തെ ക്യൂവും സെയിം ആണെന്നും പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2. ഒന്നെങ്കിൽ ഇനീഷ്യലി വെച്ച് പറയാം, ഇല്ലേ ഫൈനലി. പിന്നെ ഇവിടെ ലോസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇനീഷ്യലി നോക്കുമ്പോൾ Q എന്ന് പറയുന്ന ഡിസ്ചാർജ് എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ആവും, Q1 ആയിട്ട് സ്പ്ലിറ്റ് ആവും, Q2 ആണ് സ്പ്ലിറ്റ് ആവും. That means Q1 plus Q2 is equal to Q. Okay. In this arrangement, the loss of head for each branch is same. അപ്പൊ ഇതിനകത്ത് ഈ ലോസ് ഓഫ് ഹെഡ് രണ്ട് ബ്രാഞ്ചസിലും സെയിം ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്ന സ്പ്ലിറ്റ് അപ്പ് ആവും. ദാറ്റ് ഈസ് Q എന്ന് പറയുന്നത് പാരലൽ പൈപ്പിൽ Q1 പ്ലസ് Q2 ആണ്. പക്ഷെ സീരീസ് പൈപ്പിൽ നമ്മൾ ഇത് Q1 ഈസ് ഈക്വൽ ടു Q2 ഈസ് ഈക്വൽ ടു Q എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് പാരലൽ പൈപ്പ് വരുമ്പോഴത്തേക്കും Q എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് ദി ഡിസ്ചാർജ് ഇൻ ബ്രാഞ്ച് പൈപ്പ്. ഒരു കണ്ടീഷൻ അത്. ദെൻ അടുത്ത നമ്മളുടെ അറേഞ്ച്മെന്റ് അടുത്ത് കൺസിഡർ ചെയ്യുന്നതാണ് ദ ലോസ് ഓഫ് ഹെഡ് ഫോർ ഈച്ച് ബ്രാഞ്ച് പൈപ്പ് ഈ സെയിം. ഈ പൈപ്പിൽ കൂടെ ഉള്ള ലോസ് ഓഫ് ഹെഡും ഈ പൈപ്പിൽ കൂടെ ലോസ് ഓഫ് ഹെഡും സെയിം ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ബ്രാഞ്ചിലെ ലോസ് ഓഫ് ബ്രാഞ്ചിലാണെന്ന് ശ്രദ്ധിക്കണം, ഇവിടുത്തെ ലോസ് ഓഫ് ഹെഡ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ബ്രാഞ്ചിലെ ലോസ് ഓഫ് ഹെഡ്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം,
Q1 എന്ന് വെച്ചാൽ 1 പൈപ്പ് എന്ന് പറയുന്നത് ബോട്ടം ആണ്. ആ പൈപ്പിന്റെ ഡയമീറ്റർ തന്നിട്ട് D1, വെലോസിറ്റി V1, ലെങ്ത് L1. ആൻഡ് ബ്രാഞ്ച് പൈപ്പ് 2 ആണെങ്കിൽ ലെങ്ത് L2, ഡയമീറ്റർ D2 ആൻഡ് വെലോസിറ്റി V2. അങ്ങനെയാണ് ഇതിന്റെ രണ്ടിന്റെ ഹെഡ് ലോസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യുന്നത് എങ്ങനെ? 4F1 L1 V1 square is divided by D1 into G1 ഒരു പൈപ്പ് ലോസ് HF1 is equal to HF2 എന്ന് എഴുതാം. HF2 പറയുമ്പോൾ 4F2 L2 V2 square divided by D2 into 2G. ഇനി നമ്മൾ ഒരു അസ്യൂം ചെയ്യുക F1 and F2 are equal. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഫസ്റ്റ് പൈപ്പിലും സെക്കൻഡ് പൈപ്പിലും ഈക്വൽ ആണെന്ന് കൺസിഡർ ചെയ്ത ആ രണ്ട് ടേം അവിടെ ക്യാൻസൽ ആവുമല്ലോ. ദെൻ ബാലൻസ് വരുന്നത് എന്താ? L1 V1 square divided by D1 2G is equal to L2 V2 square divided by D2 2G. ഓക്കെ, ഇതാണ് നമ്മളുടെ പാരലൽ പൈപ്പിലെ കണ്ടീഷൻസ് നമ്മൾ എടുക്കാനുള്ളത്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. അപ്പൊ കണ്ടീഷൻ 2 ഒന്നുകൂടെ ഞാൻ പറയാം. ഡിസ്ചാർജ് ഈസ് ദ സം ഓഫ് ദ ഡിസ്ചാർജസ് ഇൻ ദി ബ്രാഞ്ച് പൈപ്പ്. ദെൻ ദ ഹെഡ് ലോസ് ഇൻ ദി ബ്രാഞ്ച് പൈപ്സ് ആർ ഓൾവേസ് സെയിം എന്ന അസംഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. Okay, moving to the first problem. A main pipe divides into two parallel pipe which again forms one pipe as shown in figure. നേരത്തെ ഈ തന്നിരിക്കുന്നത് പോലെ തന്നെ ഒരു കേസ് ആണ്. Okay, the length and diameter of the first parallel pipe are 2000 meter and 1 meter respectively. While the length and diameter of second parallel pipe are 2000 meter and 0.8. L1, L2, D1, D2 ഒക്കെയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. Find the rate of flow in each parallel pipe if total flow in the main pipe is 3 meter cube per second. For main pipe, that means capital Q ന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 3 meter cube per second. ചോദിച്ചിരിക്കുന്ന rate of flow in each parallel pipe, that is Q1 കണ്ടുപിടിക്കണം, Q2 കണ്ടുപിടിക്കണം. Then the coefficient of friction for each parallel pipe is same. ആ ഒരു കണ്ടീഷൻ തന്നിട്ട് that means F1 is equal to F2 എന്ന കണ്ടീഷൻ ഉണ്ട് and that is equal to 0.005. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ആ കണ്ടീഷൻ പാരലൽ പൈപ്പ് ആണോ നോക്കുക. കണ്ടീഷൻസ് ഒന്ന് സൈഡിലോട്ട് നോട്ട് ചെയ്യുക. L1, D1, L2, D2 ഡിസ്ചാർജ് ഇത്രയും തന്നിട്ടുണ്ട്. Then F1 is equal to F2 എന്ന് പറഞ്ഞിട്ടുണ്ട്. That is equal to 0.005. Let Q1 be the discharge in pipe 1 and Q2 be the discharge in pipe 2. Figure ഇടാത്ത ഈ സെയിം ഫിഗർ കേട്ടോ, Q1 Q2. Then we have the condition for F1 L1 V1 square divided by D1 into 2G is equal to 4F2 L2 V2 square divided by D2 into 2G. ഈ അറിയാവുന്ന വാല്യൂസ് എല്ലാം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഒരു റിലേഷൻ ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് വെലോസിറ്റി അറിയത്തില്ല, V1 അറിയത്തില്ല, V2 അറിയത്തില്ല, ബാക്കി എല്ലാ വാല്യൂസും നമുക്കറിയാം. അപ്പൊ നമുക്ക് കിട്ടും V1 in terms of V2 ഒരു ആൻസർ കിട്ടും. That is V1 square is equal to V2 square by 0.8. അതിനെ നമ്മൾ സ്ക്വയർ ടേം ഒക്കെ മാറ്റുവാണ്. V1 is equal to V2 by 0.894. ഇതിനെ 1 by 0.894 എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂസ് കിട്ടും. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഒരു V1 ന്റെ വാല്യൂ നമുക്ക് അവിടെ കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്ന ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് മീൻസ് π/4 D1 സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി അല്ലയോ, ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് ഡിസ്ചാർജ്. അപ്പൊ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ ഡയമീറ്റർ തന്നിട്ടുണ്ട് ഇൻറ്റു V1. അപ്പൊ ആദ്യത്തെ Q1 എഴുതുമ്പോൾ V1 നമുക്കില്ല, V1 ഇൻ ടേംസ് ഓഫ് V2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എപ്പോഴും പറയുന്നുണ്ട് നമുക്കൊരു അൺനോൺ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടേമിലോട്ടാക്കി ആ ടേം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ട് അൺനോൺ ഉണ്ടെങ്കിൽ ഒരു അൺനോണിന്റെ ടേമിലോട്ട് നമ്മൾ മാറ്റുക. ഇവിടെ V1നെ V2ന്റെ ടേമിലോട്ട് മാറ്റി ആ വാല്യൂ എഴുതി. Q2 എന്ന് പറയുന്നത് A2 ഇൻറ്റു V2. A2 അറിയാം, V2 അതുപോലെ ഇടുക. അപ്പൊ A2 Q2 ഇൻ ടേംസ് ഓഫ് V2 കിട്ടി. അപ്പൊ Q1ഉം Q2ഉം ഇൻ ടേംസ് ഓഫ് V2 നമുക്ക് രണ്ട് ആൻസർ കിട്ടി. ഇനി നമുക്കറിയാലോ ഒരു കണ്ടീഷൻ, Q is equal to Q1 plus Q2 ആണെന്നറിയാം. ഓക്കെ, അത് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q1, this is Q1 plus Q2. ഇത് നിങ്ങൾക്ക് ആദ്യമേ ഈ π/4ന്റെ വാല്യൂസ് ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് വെക്കാം. ഇനി ഇത് തന്നിരിക്കുന്ന കോമൺ ടേംസ് ഒക്കെ എടുത്ത് നമുക്കൊന്ന് സോൾവ് ചെയ്യുന്ന എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഈ π/4 എന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഈ π/4 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ അതുപോലെ എഴുതി നിങ്ങൾക്ക് ഒരു സിംപ്ലിഫൈഡ് ഫോമാറ്റ് ഇവിടെ കൊണ്ടുവരാം. Q2 സിംപ്ലിഫൈഡ് ഫോമാറ്റ് കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്യുക. ഇത് π/4 എളുപ്പത്തിൽ ക്യാൻസൽ ആക്കാൻ വേണ്ടി മാത്രമാണ് നമുക്കിവിടെ കോമൺ ടേം ഒക്കെ എടുത്ത് മാറ്റാനാണ് ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല, ടേംസ് അതുപോലെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, Q1. അപ്പൊ ഇത് ആദ്യത്തെ ടേം എന്ന് പറയുന്നത്
Q1 plus Q2 is equal to Q. Q നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാല്യൂ കിട്ടും? V2ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ V2 എന്ന് പറയുന്നത് 2.17 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ V2 ആണ്. V2 is equal to 3 by 1.3811 is equal to 2.17. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ V2ന്റെ വാല്യൂ കിട്ടും. ഓക്കെ, V2ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ we can find the value of V1 ആണല്ലോ. V1 ഉം V2 ഉം തമ്മിൽ റിലേഷൻ ഉള്ളതുകൊണ്ട് V1 ഉം കിട്ടും. V2 ഉം V1 ഉം കിട്ടി. അഗൈൻ ഫൈൻഡ് ദ ആക്ച്വൽ ഡിസ്ചാർജ്. Q1 is equal to A1 into V1, Q2 is equal to A2 into V2. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈനസ് ചെയ്ത് എടുക്കാം. എങ്ങനെ വേണേലും നമുക്ക് Q1 Q2ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ Q1 കണ്ടുപിടിച്ചിട്ട് Q2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ Qന്ന് Q1 അങ്ങ് മൈനസ് ചെയ്ത്, അല്ലെങ്കിൽ V2ന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. Q2 is equal to A2 into V2 എന്ന് ചെയ്താലും മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫോർമുല കണ്ടീഷൻസ്. അപ്പൊ ഒരു കാര്യം നമ്മൾ ഈ കണ്ടീഷൻസ് രണ്ട് ഓർത്ത് വെക്കുക. ഈ ലോസ് ഓഫ് ഹെഡ് ഇക്വേറ്റ് ചെയ്യുന്ന കാര്യം ഓർക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് എല്ലാം ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. എ പൈപ്പ് ലൈൻ ഓഫ് 0.6 മീറ്റർ ഡയമീറ്റർ ഈസ് 1.5 കിലോമീറ്റർ ലോങ്. ഒരു പൈപ്പ് ലൈൻ തന്നിട്ടുണ്ട്, അതിന്റെ ലെങ്ത് 1.5 കിലോമീറ്റർ ആണ്. ഓക്കെ, ടു ഇൻക്രീസ് ദ ഡിസ്ചാർജ് another line of the same pipe is introduced parallel to the first in the second half of the length. Okay, to increase, അപ്പോൾ ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻക്രീസ് ഡിസ്ചാർജ് എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യമേ ഒരു ടാങ്ക് ഉണ്ട്. ഒരു ടാങ്കിൽ നിന്ന് ഒരു പൈപ്പ് 1.5 കിലോമീറ്റർ ലെങ്തിൽ ഒരു പൈപ്പ് വന്നിട്ടുണ്ട്. ഇനി to increase the discharge another pipe, discharge increase ചെയ്യാൻ വേണ്ടി another line of same diameter is introduced parallel to the first in the second half of the length. That means ആ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1500 മീറ്റർ ആണ്. 1.5 കിലോമീറ്റർ എന്ന് പറയുന്നത് 1500 മീറ്റർ ആണ്. അതിന്റെ നമുക്ക് ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി അതിന്റെ ഹാഫിലോട്ട് വേറൊരു പൈപ്പ് ഈ പൈപ്പ് ലൈന് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നോക്കിയേ, ഇതിന്റെ ഹാഫ് ദാറ്റ് ഈസ് 750 മീറ്റർ മാറിയിട്ട് നമ്മൾ വേറൊരു പൈപ്പ് ഇതിന് സെയിം പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവിടെ ഈ വരുന്ന ഡിസ്ചാർജ് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. Q1 ഉം Q2 ആയിട്ട് പോകുന്നുണ്ട്. ഇനി നെഗ്ലക്റ്റിംഗ് മൈനർ ലോസ് ഒക്കെ നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ് ഇഫ് 4F is equal to 0.04. അപ്പൊ 4Fന്റെ വാല്യൂ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ 4F തന്നിട്ടുണ്ട്, Fന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ദ ഹെഡ് അറ്റ് ഇൻലെറ്റ് ഈസ് 300 മീറ്റർ. ഇനി ഇൻലെറ്റിന്റെ ഹെഡ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 300 mm. 300 mm എന്ന് പറയുന്നത് 0.3 മീറ്റർ നമുക്കിവിടെ ഹെഡ്, ടാങ്കിന്റെ വാട്ടർ ഹെഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഫിഗർ ക്ലിയർ ആണല്ലോ. ഒരു ടാങ്ക് ഉണ്ട്, അവിടുന്ന് 1500 മീറ്റർ ലെങ്തി ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ലോസ് ഓഫ് ഫ്രിക്ഷണൽ ലോസ് നടക്കുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒരു പൈപ്പ് കണക്ട് ചെയ്ത് ഇതിന് പാരലായിട്ട്. ആ ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത് ഈ ടോട്ടൽ പൈപ്പ് ലൈൻ്റെ ഹാഫ് ലെങ്ത് എടുത്തിട്ടാണ് നമ്മൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് തന്നിട്ടുണ്ടോ? 0.6 ഡയമീറ്റർ. പൈപ്പ് ലൈൻ ഓഫ് 0.6 മീറ്റർ ഡയമീറ്റർ ഉണ്ട്. ലെങ്ത് L1, ക്യാപിറ്റൽ L എന്ന് പറയുന്നത് 1.5 നമുക്ക് തന്നിട്ടുണ്ട്. കിലോമീറ്റർ ആയതുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്യുക 1500 മീറ്റർ. ദെൻ 4F തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് F. ദെൻ ഹെഡ് അറ്റ് ഇൻലെറ്റ് ഹെഡ് നമുക്ക് തന്നിട്ടുണ്ട് 0.3 മീറ്റർ. അറ്റ്മോസ്ഫിയറിക് ഹെഡ് നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ടോട്ടൽ ഹെഡ് ലോസ് നമുക്ക് എന്ന് വെച്ചാൽ ഇത്രയും വാട്ടർ ഇതിലേക്കൂടെ കയറി പോവല്ലോ. അപ്പൊ ഇവിടുന്ന് നോക്കുവാണെങ്കിൽ ഫൈനൽ ആയിട്ട് ഇത്രയും ലോസ് ഇവിടെ നടന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഹെഡ് ലോസ് ഉദ്ദേശിച്ചത്. ഹെഡ് ലോസ് ഈസ് 0.3 മീറ്റർ. ഇനി ലെങ്ത് ഓഫ് അനദർ പൈപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1500 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 750 മീറ്റർ. ഓക്കെ, ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. എ പൈപ്പ് ലൈൻ ഓഫ് 0.6 മീറ്റർ ഡയമീറ്റർ 1.5 മീറ്റർ ഓൾറെഡി ലോങ് ഉണ്ട്. To increase the distance, another line of the same pipe is introduced parallel to the first line in the second half of the length. ഓക്കെ, ആ ലെങ്തിന്റെ ആദ്യത്തെ ലെങ്തിന്റെ എന്ന് പറയുന്നത് 1500 തന്നെ ഉണ്ട്. അതിന്റെ സെക്കൻഡ് ഹാഫിലായിട്ടാണ് ഇതിന് തൊട്ട് റിഡ്യൂസ് ചെയ്തിരിക്കുന്ന ലെങ്ത് ഇതിന് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ലെങ്ത് L എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ തന്നെയാണ്. അടുത്ത ലെങ്ത് ആണ് നമ്മൾ ഇതിന്റെ ഹാഫ് ആയിട്ട് എടുത്ത് 750 മീറ്റർ ലെങ്തിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഫോർ എ സിംഗിൾ പൈപ്പ്. ഓക്കെ, അതിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 1500 മീറ്റർ ലെങ്തും ഡയമീറ്റർ 0.6 മീറ്ററും ആണ്.
ഓക്കെ, അത് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഡിസ്ചാർജ് വാല്യൂ Q ആണെന്ന് അസ്യൂം ചെയ്യുക. നോക്കാം, കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന എന്താണ്? ഫൈൻഡ് ദ ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ്. ഡിസ്ചാർജ് എത്രമാത്രം ഇൻക്രീസ് ചെയ്യുവാന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എഴുതുക, ഹെഡ് ലോസിന്റെ ഫോർമുല എടുക്കുക. ദ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ സിംഗിൾ പൈപ്പ്. ആദ്യത്തെ പൈപ്പിന്റെ ഹെഡ് ലോസിന്റെ ഫോർമുല 4FLV²/D × 2G. ഓക്കെ, ഇനി അവിടുത്തെ ഹെഡ് ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം എത്ര ഉണ്ട് ഹെഡ് ലോസ്? 0.3 ആണ് നമ്മുടെ ഹെഡ് ലോസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ 0.3 is equal to ഈ ഫോർമുലയിലോട്ട് ബാക്കി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് V. അപ്പൊ ഈ മെയിൻ പൈപ്പിന്റെ വെലോസിറ്റി നമുക്ക് കിട്ടും. മെയിൻ പൈപ്പിന്റെ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഈ മെയിൻ പൈപ്പിലേക്കുള്ള ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. വെലോസിറ്റി ഇൻറ്റു ഏരിയ. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യത്തെ പൈപ്പിൽ കൂടെ വരുന്ന ഡിസ്ചാർജ് നമുക്ക് കിട്ടി. ഓക്കെ, ഫസ്റ്റ് കേസ് ഓക്കെ, ഇത്രയും മനസ്സിലാക്കുക. ഫസ്റ്റ് കേസ് 1500 മീറ്റർ ലെങ്ത് ഉള്ള ഒരു പൈപ്പ് തന്നിട്ടുണ്ട്. ആ പൈപ്പ് പിന്നെ അതിന്റെ സെക്കൻഡ് ഹാഫിലാണ് 750 മീറ്റർ ലെങ്തിലാണ് വേറൊരു പൈപ്പ് ഇതിനെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആദ്യം ഒരു സോറി പറയുവാണ്, ഇവിടെ ഫുൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ആദ്യത്തെ പൈപ്പിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡിസ്ചാർജ് ഇല്ല. പക്ഷെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഹെഡ് ലോസ് തന്നിട്ടുണ്ട്. അപ്പൊ ഹെഡ് ലോസിന്റെ ഫോർമുല നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഹെഡ് ലോസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വാട്ടർ ഇതിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ലോസ് ആവും. ഇത്ര അറിഞ്ഞാൽ മതി കേട്ടെ. ഹെഡ് ലോസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്കൂടെ പോകുന്ന വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിച്ച് ഇതിന്റെ ഡിസ്ചാർജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ സെക്കൻഡ് കേസിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? വെൻ ആൻ additional pipe of length 750 meter of diameter 0.6 meter is connected in parallel with the last half length of the pipe. അപ്പൊ നമുക്ക് എങ്ങനെ? അപ്പൊ ആദ്യത്തെ കേസ് അതുപോലെ തന്നെ എടുക്കുക. ഇനി രണ്ടാമത്തെ കേസിൽ Q1 ഡിസ്ചാർജ് ഒരു പൈപ്പിൽ കൂടെ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഈ ഡിസ്ചാർജ് വരുന്നതിനെ Q1 ഉം Q2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്കെ, Q is equal to Q1 plus Q2 നമുക്ക് എഴുതാൻ പറ്റും. ഇനി എന്താ അതിന്റെ കേസ് എടുക്കാൻ പറ്റും? Q1 is equal to Q2, that is the length of the diameter of the each parallel pipes are same. ഈ പാരലൽ പൈപ്പ്, ഈ രണ്ട് പാരലൽ പൈപ്പിന്റെ ലെങ്ത് ഡയമീറ്റർ നമുക്ക് സെയിം ആണെന്ന് കൺസിഡർ ചെയ്താൽ അതിൽ കൂടെ പോകുന്ന രണ്ട് ഡിസ്ചാർജ് ഈക്വൽ ആണെന്ന് എടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കേസ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇവിടെ പാരലൽ ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ പൈപ്പ്, കാരണം സെയിം ആ പൈപ്പിന്റെ സെയിം ഡയമീറ്റർ ഉള്ളതാണ് അടുത്ത് കണക്ട് ചെയ്യുവാന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, then Q1 is equal to Q2, that is equal to capital Q by 2 എന്ന് നമുക്ക് ഇവിടെ എടുക്കാം. Then consider the flow through the pipe A, B, C. Then Aയും Bയും Cയും നമ്മൾ കൺസിഡർ ചെയ്യുക. Head loss through ABC എന്ന് പറഞ്ഞാൽ എന്താ? Head loss through A, B, C means head loss through AB plus head loss through BC. ഇല്ലയോ? ആദ്യത്തെ പാരലൽ പൈപ്പ് മാത്രം ആദ്യത്തെ സീരീസ് കണക്ഷൻ എടുക്കുവാണെങ്കിൽ head loss through AB plus head loss through BC ആയിട്ട് എടുക്കാം. ഓക്കെ, ബട്ട് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 0.3 മീറ്റർ ഈസ് ഗിവൺ. ദെൻ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അറ്റ് AB. ABCയുടെ ടോട്ടൽ ഹെഡ് ലോസ് നമുക്ക് 0.3 മീറ്റർ തന്നിട്ടുണ്ട്. ദെൻ AB മാത്രം നമ്മൾ എടുക്കുവാണെങ്കിൽ എങ്ങനെ എഴുതാം? 4FLV²/0.6 അല്ലെ D × 2G നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ആവുമ്പം അവിടെ എന്ത് പറ്റും? അവിടുത്തെ ഡിസ്ചാർജ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം? ഡിസ്ചാർജ് ബൈ π/4 0.62 is equal to എന്ന് പറഞ്ഞ് നമുക്കൊരു ഫോർമുല അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ട് ഇവിടെ നല്ലതുപോലെ വരാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടാങ്ക് തന്നിട്ടുണ്ട്, ഒരു മെയിൻ പൈപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ പൈപ്പ് ലൈന് കൺസിഡർ ചെയ്യുന്നില്ല. പൈപ്പ് ലൈൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ പാരലൽ കണക്ഷൻ ഇല്ലെങ്കിൽ എത്ര ഡിസ്ചാർജ് വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഇപ്പം നമുക്ക് കിട്ടിയ ഡിസ്ചാർജ് വാല്യൂ എന്ന് പറയുന്നത് 0.0685 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. ആദ്യത്തെ കേസിൽ ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഇല്ല, മെയിൻ പൈപ്പ് മാത്രമേ ഉള്ളൂ. മെയിൻ പൈപ്പിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ് ഇവിടെ കിട്ടി. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഈ ഒരു പൈപ്പിന്റെ കൂടെ അതിൻ്റെ ഒരു ഹാഫ് തന്നെ കേട്ടോ, ഹാഫിനകത്ത് നമ്മളൊരു പുതിയൊരു പൈപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഓക്കെ, ഡിസ്ചാർജ് കൂട്ടാൻ വേണ്ടി പുതിയൊരു പാരലൽ പൈപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ആ പാരലൽ പൈപ്പ് എന്ന് പറയുന്നത് ആദ്യം ഫസ്റ്റ് ലെങ്തിന്റെ ഹാഫിലായിട്ടാണ് ഈ പാരലൽ പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് രണ്ടാമത്തെ കേസ് ആയിട്ട് എടുക്കാം. ഇനി അപ്പം നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ സെയിം ഡയമീറ്റർ ഉള്ള പൈപ്പാ കണക്ട് ചെയ്തുകൊണ്ട് ഈ രണ്ട് പൈപ്പിന്റെ ഡിസ്ചാർജസിന്റെ സമ്മാണ് ഇത്. അല്ലെങ്കിൽ ഇതിന്റെ ഹാഫാണ്, ഈ ഡിസ്ചാർജിന്റെ ഹാഫാണ് ഈ രണ്ട് പൈപ്പിലും ഫ്ലോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. ഇനി
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹെഡ് ലോസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പൈപ്പിന്റെ ഹെഡ് ലോസ് ഓൾറെഡി സീരീസ് കണക്ഷൻ ആയപ്പോൾ നമുക്കൊരു ഹെഡ് ലോസ് 0.3 കിട്ടി. അപ്പോൾ ആ കണക്ഷൻ വെച്ച് ഹെഡ് ലോസിന്റെ ഫോർമുല എങ്ങനെ എഴുതാൻ പറ്റും? 4FL L എന്ന് പറയുന്നത് 750 V സ്ക്വയർ ബൈ ഈ ഒരു ആദ്യത്തെ ഈ ഒരു 750 വെച്ച് സീരീസ് കണക്ഷൻ്റെ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത്രയും പോർഷനിലെ ഫ്രിക്ഷണൽ ലോസ് ആണ് നമുക്ക് ഏത് തന്നിട്ടുള്ളത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ടോട്ടൽ ABC നോക്കി, എയും ബിയും സിയും തമ്മിലുള്ള ടോട്ടൽ 0.3 കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ സ്പ്ലിറ്റപ്പ് ആയിട്ടുള്ളത് AB മാത്രം എടുത്ത് അവിടുത്തെ ഫ്രിക്ഷണൽ ലോസ് എടുക്കുക. ഇനി അവിടുത്തെ ഫ്രിക്ഷണൽ ലോസ് വെലോസിറ്റി അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ 4F ലെങ്ത് മാത്രം വരും. ആദ്യത്തെ ഹാഫ് ലെങ്ത് എടുക്കുക, 750 V സ്ക്വയർ ബൈ 0.62 ഇൻറ്റു 9.81 വെയർ V ഇസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ AB പോയിന്റ് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി V എന്ന് പറയുന്നത് എന്താ? ഡിസ്ചാർജ് ബൈ ഏരിയ, Q ബൈ ഏരിയ, അല്ലെങ്കിൽ Q എന്ന് പറയുന്ന ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലയോ. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് Q ബൈ ഏരിയ. അപ്പോൾ Q നമുക്കറിയാം, ഓൾറെഡി ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ Q ഡിസ്ചാർജ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു 0.6 സ്ക്വയർ ഏരിയ എന്ന് പറയുന്ന പൈപ്പിന്റെ ഏരിയ ആയിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് സോൾവ് ചെയ്യുമ്പം ഒരു 40/π ഒരു വാല്യൂ ഇവിടെ നമുക്ക് കിട്ടും. ഒരു ആക്യുറേറ്റ് ഒരു വാല്യൂ ഡിസ്ചാർജ് ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ അതവിടെ നോട്ട് ചെയ്യുക. ഡിസ്ചാർജ് അല്ല, വെലോസിറ്റി ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ, വെലോസിറ്റിയുടെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം ഒന്നും കൂടെ പറയാം, എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഹെഡ് ലോസ് ത്രൂ ഫ്രിക്ഷൻ ഫ്രം A to B വരെയുള്ള ഹെഡ് ലോസ് ആണ്. അപ്പോൾ ഈ ഫോർമുല, ആ വെലോസിറ്റിയുടെ ഫോർമുല ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ ഈ 4 എന്ന് പറയുന്ന ന്യൂമറേറ്ററിൽ പോകുമ്പോൾ 4Q ആണ്, 40 അല്ലേ, 4Q ആണ് കേട്ടോ. 4Q ഡിവൈഡഡ് ബൈ π ഇൻറ്റു 0.36 എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. വീഡിയോ ശ്രദ്ധിച്ച് നോട്ട് തരുമ്പോൾ ആ ഒരു കറക്ഷൻ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. 4Q ഡിവൈഡഡ് ബൈ π ഇൻറ്റു 0.36 അതാണ് വെലോസിറ്റി. ആ വെലോസിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇൻ ടേംസ് ഓഫ് ക്യൂവിൽ ഒരു വാല്യൂ കിട്ടും. ഓൾറെഡി ഈ ക്യൂ നമുക്കറിയാം, എങ്കിലും അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കേസ് ആയതുകൊണ്ട് ആ ക്യൂ നമുക്ക് അറിയത്തില്ല എന്ന കണ്ടീഷനിൽ തന്നെ നമുക്ക് പോവാം. ആദ്യത്തെ മെയിൻ പൈപ്പിന്റെ ക്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിന്റെ ബ്രാഞ്ച് പൈപ്പിന് നമുക്ക് അറിയത്തില്ല. ക്യൂ സപ്പോസ് ക്യൂ ആയിട്ട് തന്നെ നിൽക്കട്ടെ. പക്ഷെ നമുക്കറിയാം Q1ഉം Q2 എന്ന് പറയുന്നത് ക്യൂവിന്റെ ഹാഫ് ആണെന്നറിയാം. ഓക്കെ. ഇനി സെക്കൻഡ് ഹാഫ് എടുത്ത് ബിയും സിയും തമ്മിലുള്ള ഹെഡ് ലോസ് നോക്കുമ്പോൾ 4L1 V1 സ്ക്വയർ ബൈ D1 ഇൻറ്റു 2G. 4 അറിയാം, F അറിയാം, D1 അറിയാം, 2G അറിയാം, L1 അറിയാം. അറിയാത്ത ഏതാ? V1 അറിയാത്ത. അപ്പൊ V1 എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ചാർജ് ബൈ ഏരിയ ആണ്. അപ്പൊ ഇവിടെ ഡിസ്ചാർജ് ബൈ ഏരിയ ആണ് വെലോസിറ്റി. ഓക്കെ. അപ്പൊ ഡിസ്ചാർജ് ബൈ ഏരിയ. അപ്പൊ ഡിസ്ചാർജ് ഇവിടെ എല്ലാം കറക്ഷൻസ് ആണ്. ടെക്സ്റ്റിന്റെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടിരുന്ന കേട്ടോ. അപ്പം ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന കറക്ഷൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ഏരിയ ആണ് വെലോസിറ്റി. അപ്പോൾ ഇവിടുത്തെ ഡിസ്ചാർജ് ക്യൂ. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, ആ ക്യാപിറ്റൽ ക്യൂവിന്റെ ഹാഫ് ആണ് ഇവിടുത്തെ ഡിസ്ചാർജ്. അപ്പം നമുക്ക് Q/2 എന്ന് എടുക്കാം. ഈ Q1 എന്ന് പറയുന്നത് ക്യൂവിന്റെ ഹാഫ് ആണ്. അപ്പം Q/2 എന്ന് Q1 നമുക്ക് എടുക്കാൻ പറ്റും. ഇൻറ്റു π/4 ഇൻറ്റു 0.6 സ്ക്വയർ. ഓക്കെ ആണല്ലോ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്ക്വയർ ഇടുക. ഞാൻ നോട്ടിനകത്ത് കറക്റ്റ് ചെയ്ത് തരാവേ. സ്ക്വയർ ഇടുക. ദെൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 7.969 Q സ്ക്വയർ എന്നായിരിക്കും ഇവിടുത്തെ ഹെഡ് ലോസ് കിട്ടുന്നത്. BCയുടെ ഡിസ്ചാർജ് നമുക്ക് കിട്ടുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഇൻ ഇക്വേഷൻ 2. ഈ രണ്ട് ഇക്വേഷന് ഈ ഒരു കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഹെഡ് ലോസ് ത്രൂ ABC, എയും ബിയും സിയും തമ്മിലുള്ള ഹെഡ് ലോസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ ആയിരിക്കും? ഹെഡ് ലോസ് ത്രൂ AB പ്ലസ് ഹെഡ് ലോസ് ത്രൂ BC. അപ്പോൾ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, കാരണം ABCയുടെ ഹെഡ് ലോസ് നമുക്കറിയാം 0.3 ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ ക്യൂവിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അവരിലെ കൂടെ പോകുന്ന ടോട്ടൽ ഡിസ്ചാർജ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വന്ന ഡിസ്ചാർജാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ചോദിച്ചിരിക്കുന്ന ഇൻക്രീസ് ഇൻ ഡിസ്ചാർജാണ്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ ഡിസ്ചാർജ് 0.0685ഉം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടിയ ഡിസ്ചാർജ് 0.0867ഉമാണ്. അതിൻ്റെ ഇൻക്രീസ് കാണണമെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആകും, കാരണം കുറച്ച് പ്രോബ്ലംസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒന്നും കൂടെ നിങ്ങൾ പറഞ്ഞ കാര്യം ഒന്ന് കേട്ട് നോക്കുക. ഇവിടെ രണ്ട് കറക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കറക്ഷൻ എന്ന് പറഞ്ഞത് ഇവിടെ 4Q ആണ് ഇവിടെ വരുന്നത്. ദെൻ രണ്ടാമത്തെ കറക്ഷൻ ഇവിടെ ഹോൾ സ്ക്വയർ വരും. ഈ 2 വരാനുള്ള കാരണം Q1 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. Q1 ഈസ് ഈക്വൽ ടു Q/2 ആണ്. ക്യൂവിൻ്റെ ഹാഫ് ആണ് ഇവിടെ, അതുകൊണ്ടാണ് ഇവിടെ Q/2 വന്നത്. ഓക്കെ.
Next problem, a pipe of diameter 0.3 meter and of length 2000 meter is connected to a reservoir at one end. The other end of the pipe is connected to a junction from which the two pipe of length 1000 meter and diameter 300 mm run in parallel. These parallel pipes are connected to another reservoir which is having level of water 10 meter below the water level of the above reservoir. Determine the total discharge if F is equal to 0.015. Neglect minor loss. വലിയ പ്രോബ്ലം ഒക്കെയാണ്, പക്ഷേ ഈ പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എ പൈപ്പ് ഓഫ് ഡയമീറ്റർ 0.4 മീറ്റർ, ഒരു പൈപ്പ് തന്നിട്ടുണ്ട്, ഡയമീറ്റർ 0.4 ആണ്, ലെങ്ത് 200 ആണ്. ഇസ് കണക്റ്റഡ് ടു എ റിസർവോയർ. അപ്പോൾ ഈ പൈപ്പിന്റെ ഒരെൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു റിസർവോയറിലാണ്, പിന്നെ അതിന്റെ അനദർ എൻഡ് വേറെ റിസർവോയർ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് നോക്കിയേ. ദ അതർ എൻഡ് ഓഫ് ദ പൈപ്പ് ഈസ് കണക്റ്റഡ് ടു എ ജംഗ്ഷൻ from which the two pipes of length 1000 meter and diameter 300 mm runs in parallel. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ലെങ്ത് ത്രൂ ഔട്ട് ഇവിടെ സെക്കൻഡ് ഹാഫ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ലെങ്ത് ത്രൂ ഔട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ എൽ എന്ന് പറയുന്നത് 2000 മീറ്റർ. ഇനി അത് തീരുന്നിടത്ത് രണ്ട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഈ ഓരോ ബ്രാഞ്ച് ലൈനിന്റെ ലെങ്തും 1000 മീറ്റർ ആണ്, രണ്ടും 1000 മീറ്റർ ആണ്, ഡയമീറ്ററും സെയിം ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ദീസ് പാരലൽ പൈപ്സ് ആർ കണക്റ്റഡ് ടു അനദർ റിസർവോയർ. അപ്പൊ ഈ രണ്ട് പൈപ്പ് വേറൊരു റിസർവോയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ഹാവിംഗ് ലെവൽ ഓഫ് വാട്ടർ 10 മീറ്റർ ബിലോ ദി വാട്ടർ ലെവൽ ഓഫ് ദി എബോവ് റിസർവോയർ. അപ്പൊ ഇവിടുത്തെ തന്നിരിക്കുന്ന ഈ വാട്ടർ ലെവലിന്റെ റിസർവോയർ എന്ന് പറയുന്നത് ടോപ്പ് റിസർവോയറിനെക്കാളും 10 മീറ്റർ ബിലോ ആയിട്ടാണ് ഇവിടുത്തെ വാട്ടർ ലെവൽ നിൽക്കുന്നത്. അതെന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഹെഡ് ലോസ് ആണ് നമുക്ക്, അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ ബിറ്റ്വീൻ ദ ടു റിസർവോയർ ആണ് 10 മീറ്റർ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഹെഡ് ലോസ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അതിനാണ് ഈ ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നത്. വിച്ച് ഈസ് ഹാവിംഗ് ലെവൽ, ഓക്കെ തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ ടോട്ടൽ ഡിസ്ചാർജ് ഇഫ് എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ടോട്ടൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് 0.4 തന്നിട്ടുണ്ട് ആദ്യത്തെ, ലെങ്ത് ഓഫ് ദ പൈപ്പ് 2000 ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ രണ്ട് പൈപ്പ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പാരലൽ പൈപ്പിന്റെ ഡയമീറ്റർ 0.3 മീറ്ററും ലെങ്ത് 1000 മീറ്റർ. ഇനി തന്നിട്ടുള്ള ഡിഫറൻസ് ഇൻ എലിവേഷൻ, രണ്ട് വാട്ടർ ലെവൽ രണ്ട് റിസർവോയറും തന്നിട്ടുണ്ട് 10 മീറ്റർ. എഫിന്റെ വാല്യൂ 0.015. എന്ത് ചെയ്യുക, അപ്ലൈ ബെർണോളിസ് ഇക്വേഷൻ അറ്റ് പോയിന്റ് ഇ ആൻഡ് എഫ്. അപ്പൊ ഇയിലും എഫിലും ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, ടേക്കിംഗ് ഫ്ലോ ത്രൂ എ ബി സി. അപ്പൊ ഇതിലേക്കൂടെ ആദ്യമേ എ ബി ബി സിയിലോട്ട് ഫ്ലോ നടക്കുവാന്ന് കരുതുക. എന്ന് വെച്ചാൽ ഒരു പോയിന്റ് എന്നൊക്കെ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ലെവൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്, ഓക്കെ അവിടെ നിർത്തുക. ഇനി ഈ ഒരു പൈപ്പ് രണ്ട് ബ്രാഞ്ച് ആയിട്ട് പോവുക. അപ്പൊ ഒരു ലൈൻ നമ്മൾ ഒരു സീരീസ് കണക്ഷൻ നമ്മളിങ്ങനെ എടുക്കുക, എയും ബിയും പിന്നെ സിയും ഒരു സീരീസ് കണക്ഷൻ ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്കിവിടെ ഹെഡ് ലോസ് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഹെഡ് ലോസ് സമ്മാന്ന് എടുക്കാൻ പറ്റും. അപ്പൊ 10 ഈസ് ഈക്വൽ ടു 4FLV² ഡിവൈഡഡ് ബൈ D2G ഒരു പൈപ്പിന്റെ ആദ്യത്തെ, പ്ലസ് ബി സി പൈപ്പിന്റെ ഹെഡ് ലോസ് ആണ് 4FL1V1² D1 ഇൻറ്റു 2G. ഇനി അറിയാവുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ V² നമുക്ക് അറിയത്തില്ല, V1² നമുക്ക് അറിയത്തില്ല. അപ്പം ഒരു ഫോർമുല നമുക്ക് ഇവിടെ കിട്ടും, ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. 10 ഈസ് ഈക്വൽ ടു 15.29 V² പ്ലസ് 10.19 V1². ഇനി ഫ്രം കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? ഡിസ്ചാർജ് ത്രൂ എ ബി ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ത്രൂ ബി സി പ്ലസ് ഡിസ്ചാർജ് ത്രൂ ബി ഡി. അപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാം ഡിസ്ചാർജ് ത്രൂ എ ബി ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ത്രൂ ബി സി പ്ലസ് എന്ന് വെച്ചാൽ ഡിസ്ചാർജ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുക. അപ്പൊ ഈ പോകുന്ന ഡിസ്ചാർജ് തന്നെ ഈക്വൽ ആയിട്ട് ഈ രണ്ടിൽ ബ്രാഞ്ചിൽ കൂടെ കയറി പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഡിസ്ചാർജിന്റെ ഫോർമുല ഏരിയ ഇൻറ്റു വെലോസിറ്റി. മെയിൻ ഡിസ്ചാർജ് എ ബി എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി. രണ്ടാമത്തെ ബി സിയിലെ ഡിസ്ചാർജ് D1 ഇൻറ്റു V1, ബി ഡിയുടെ ഡിസ്ചാർജ് D2 ഇൻറ്റു V2. ഓക്കെ, ബി സി എന്ന് പറയുന്ന ഈ പൈപ്പ്, ബി ഡി എന്ന് പറയുന്ന ഇവിടുത്തെ പൈപ്പ്, ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. ഓക്കെ, ബട്ട് D1 ഈസ് ഈക്വൽ ടു D2 നമുക്ക് തന്നിട്ടുണ്ട്. D1ഉം D2ഉം ഈക്വൽ ആണ്. ആൻഡ് ഓൾസോ ദ ലെങ്ത് ഓഫ് ദ പൈപ്പ് ബി സിയും ബി ഡിയും ഈക്വൽ ആണ്. ഹെൻ ഡിസ്ചാർജ് ത്രൂ ബി സി ആൻഡ് ബി ഡി വിൽ ബി സെയിം. എന്ത് പറയാം? ഈ രണ്ട് പൈപ്പിലെ ഡിസ്ചാർജ് സെയിം ആണെന്ന് നമുക്ക് പറയാം. ദെൻ pi/4 D1 into V is equal to pi/4 D1² into V1 plus pi/4 D1² into V2 വരെ ഇതെടുക്കുക. അവിടുത്തെ ഡിസ്ചാർജ് സെയിം ആയതുകൊണ്ട് അവിടുത്തെ വെലോസിറ്റി സെയിം ആണ് നമുക്ക് എടുക്കാം. അപ്പൊ V1ഉം V2 ഈസ് ഈക്വൽ ടു V1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ദെൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ V1ന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ വിയിൽ കിട്ടും. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്താൽ മതി. ദെൻ V1 ഈസ് ഈക്വൽ ടു 0.888 ഇൻറ്റു വി. ഇപ്പൊ V1നെ വിയുടെ ടേമിലോട്ട് നമുക്ക് കിട്ടും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് വാല്യൂ ഓഫ് V1 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ലോട്ട് ഈ V1ന്റെ വാല്യൂ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ കണ്ടുപിടിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. അതിനകത്ത് ഈ V1ന്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏതിന്റെ ടേമിൽ വരും? ഒറ്റ ടേമിൽ വരും, വിയുടെ ടേമിൽ മാത്രം കിട്ടും. ദെൻ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വി 0.654 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അവിടുത്തെ ഡിസ്ചാർജ് എന്തായിരിക്കും? ഏരിയ ഇൻറ്റു വെലോസിറ്റി. ദെൻ വി ക്യാൻ ഫൈൻഡ് ദ ഡിസ്ചാർജ്. ഡിസ്ചാർജില് ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമൈൻ ദ ടോട്ടൽ ഡിസ്ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടുന്ന് വരുന്ന ഡിസ്ചാർജ് ആണ്. കാരണം ഈ ഡിസ്ചാർജ് എന്നാണ് സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് നമുക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഈ മേളത്തെ പ്രോബ്ലം എൻ്റയർലി കുറച്ച് ഡിഫറെന്റ് ആണ്. ഈ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പൈപ്പിന്റെ ഹാഫിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇതുപോലെ 1-2 തവണ ഒന്ന് ചെയ്ത് പഠിക്കുക. ഈ പ്രോബ്ലംസ് ഇതുപോലെ തന്നെയാണ് ചോദിക്കുന്നത്, വാല്യൂസ് മാറ്റി തരത്തുള്ളൂ. പിന്നെ ഇതുപോലെ ഈ സെക്കൻഡ് പ്രോബ്ലം ഇത് നമ്മൾ ആദ്യത്തെ ഒരു സീരീസ് കണക്ഷൻ എടുത്തു, പിന്നെ ഒരു സീരീസ് കണക്ഷൻ എടുത്തിട്ടാണ് ഹെഡ് ലോസ് നമ്മൾ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡയമീറ്റർ ഒക്കെ ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ V1ന് രണ്ടും V1ഉം V2ഉം ഒരേ ടേമിലോട്ട് നമ്മൾ മാറ്റി V1 തന്നെ എടുത്തു. എന്നിട്ട് ക്യാപിറ്റൽ V1 കണ്ടുപിടിച്ചു. V1 കണ്ടുപിടിച്ച് ആദ്യത്തെ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യാപിറ്റൽ V കണ്ടു. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡിസ്ചാർജ്. അപ്പൊ ഇത്രയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കാതെ നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരു തവണ ചെയ്താലും ശരിയാവത്തില്ല. ഒന്നിൽ കൂടുതൽ തവണ ഒന്ന് ചെയ്ത് നല്ല രീതിയിൽ ഈ ഒരു ഡിഫറെന്റ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ഒക്കെ ഒന്ന് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. An old water supply distribution pipe of 250 mm diameter of a city is to be replaced by two parallel pipes of smaller equal diameter having equal length and identical friction factor values. Find the new diameter required. ഇത് വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്പൊ നോക്കി, an old water supply distribution pipe, ഒരു ഓൾഡ് വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ഉണ്ട്. അതിന്റെ ഡയമീറ്റർ അപ്പൊ ഓൾഡ് പൈപ്പിന്റെ ഡയമീറ്റർ 250 mm. ഇനി ആ ഓൾഡ് പൈപ്പിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. റീപ്ലേസ്ഡ് ബൈ 2 പാരലൽ പൈപ്പ്. അപ്പൊ ഒരു സിംഗിൾ ആയിട്ട് പോകുന്നതിന് 2 പാരലൽ പൈപ്പ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഹാവിങ് രണ്ടിന് ഈക്വൽ ലെങ്ത് ആണ്, ഈക്വൽ ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫ്രിക്ഷണൽ ഫാക്ടറും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ D1 ദ ഡയമീറ്റർ ഓഫ് ഈച്ച് പാരലൽ പൈപ്പ്. അപ്പൊ എന്താ പറയാ, ഡിസ്ചാർജ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യമേ Q എന്ന് പറയുന്ന ഓൾഡ് പൈപ്പിന്റെ ഡിസ്ചാർജ് അസ്യൂം ചെയ്യുക. ദെൻ Q1ഉം Q2ഉം പുതിയ പൈപ്പിന്റെ ഓരോ ബ്രാഞ്ചിൽ കൂടെയുള്ള ഡിസ്ചാർജ് ആയിട്ട് അസ്യൂം ചെയ്യുക. F is the friction factor. Okay, when a single pipe is replaced by two parallel pipes, the head loss will be same in the single pipe and in each of the parallel pipe. അപ്പോൾ ആ സിംഗിൾ പൈപ്പിന്റെ ആ സെയിം പൈപ്പിനെ ഫുള്ളി നമ്മൾ റീപ്ലേസ് ചെയ്തതുകൊണ്ട് ആ രണ്ട് ബ്രാഞ്ച് പൈപ്പിലെ ഹെഡ് ലോസും ആ സിംഗിൾ പൈപ്പിലെ ഹെഡ് ലോസ് സെയിം ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടുത്തെ ആദ്യത്തെ കണ്ടീഷൻ എടുക്കേണ്ടത്. അപ്പൊ HF എന്ന് പറയുന്നത് HF1 ആണ്, അല്ലെങ്കിൽ HF1 ഈസ് ഈക്വൽ ടു HF2 ഈസ് ഈക്വൽ ടു H2 H1 അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് കേട്ടോ. Okay, also the discharge in single pipe will be equal to the total discharge in two parallel pipe. ഇനി നമുക്ക് പറയാലോ, ഈ സിംഗിൾ പൈപ്പിനെ ത്രോട്ട് നമ്മൾ മാറ്റിയേക്കുന്നത്. അപ്പൊ ആദ്യം പോയിരിക്കുന്ന ആ സെയിം ഡിസ്ചാർജ് ആണ് പിന്നെ ഈ രണ്ട് പൈപ്പിൽ കൂടെ പോകുന്നത്. പൈപ്പ് മാറ്റിയെന്നേ ഉള്ളൂ, അവിടെ കൊടുക്കുന്ന സപ്ലൈ മാറ്റിയിട്ടില്ല. ദാറ്റ് മീൻസ് Q is equal to Q1 plus Q2. As the diameter of each parallel pipe is same. അപ്പൊ പിന്നെയും പറഞ്ഞിട്ടുണ്ട് ആ കണക്ട് ചെയ്ത ബ്രാഞ്ചിന്റെ പാരലൽ പൈപ്പ് രണ്ട് സെയിം ആണ്. ഫോർ എക്സാമ്പിൾ ആദ്യം കാണിച്ച ഫിഗർ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ആദ്യം ഒരു സിംഗിൾ പൈപ്പ് ഉണ്ട്, ഇതിനെ മൊത്തം നമ്മൾ റീപ്ലേസ് ചെയ്ത് രണ്ട് പാരലൽ പൈപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പാരലൽ പൈപ്പ് ആക്കിയതിന്റെ ഡയമീറ്റർ ഈക്വൽ ആണ്, അതിന്റെ കൂടെ പോകുന്ന ഡിസ്ചാർജ് ഈ ഡയമീറ്ററും ലെങ്തും ഈക്വൽ ആണ്, ഡിസ്ചാർജ് ഈക്വൽ ആണ്. പിന്നെ എടുത്തിരിക്കുന്ന സിംഗിൾ പൈപ്പിനെ റീപ്ലേസ് ചെയ്തപ്പോഴാണ് പിന്നെ രണ്ട് വന്നത്. അപ്പൊ രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഒരു ഓൾഡ് പൈപ്പിന്റെ ഡിസ്ചാർജ് നമുക്ക് കിട്ടും. പിന്നെ ഇതിന്റെ ടോട്ടൽ ഹെഡ് ലോസ് തന്നെയാണ് ഓരോ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന ഹെഡ് ലോസ് എന്നുമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ആ കണ്ടീഷൻ എടുത്തു. as the diameter of each parallel pipe is same and also length of each parallel pipe is same, hence Q1 is equal to Q2 or Q1 is equal to Q2 is equal to
Q/2 എന്ന് എടുക്കാം. അപ്പൊ ആദ്യത്തെ ഹാഫ് ആയിട്ട് നമുക്ക് രണ്ട് പൈപ്പിലെയും കൂടെ ബ്രാഞ്ച് ലൈനിന്റെ ഡിസ്ചാർജ് എടുക്കാം. ഇനി ഹെഡ് ലോസിന്റെ ഫോർമുല എന്തായിരുന്നു? FLV²/D × 2G. ഓക്കെ, ഇനി അവിടെ നമുക്ക് ആദ്യം കൊടുക്കാൻ പോകുന്നത് ഹെഡ് ലോസ്. ആദ്യത്തെ പൈപ്പ് എടുക്കുക. എഫ് നമുക്ക് തന്നിട്ടുണ്ട്, എല് നമുക്കറിയാം, ഇതിന്റെ ഫോർമുല നോക്കിയേ. വി എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ഏരിയ ആണ്. ഡിസ്ചാർജ് ബൈ ഏരിയ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യത്തെ ഓൾഡ് പൈപ്പിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഓൾഡ് പൈപ്പിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല, ഡയമീറ്റർ ഉള്ളു. അപ്പൊ ലെങ്ത് എല്ലെന്ന് തന്നെ ഇടുക. ഡയമീറ്റർ വെച്ചിട്ട് ഡിസ്ചാർജ് നമുക്ക് അറിയത്തില്ല, ക്യൂ അതുപോലെ ഇടുക. ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതിന്റെ ഡയമീറ്റർ ഉള്ളതുകൊണ്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എല്ലിന്റെ എഫിന്റെ ഫ്രിക്ഷൻ ഫാക്ടർ ന്യൂ പൈപ്പിന്റെ ഫ്രിക്ഷൻ ഫാക്ടർ ആണ് തന്നിട്ടുള്ളത്. ഓൾഡ് പൈപ്പിന്റെ നമുക്ക് തന്നിട്ടില്ല, അത് എഫ് എന്ന് തന്നെ ഇടുക. അറിയാത്ത ടേംസ് അതുപോലെ തന്നെ ഇടുക. ഓക്കെ, അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ അവിടെ നിർത്തുക. എങ്ങനെ കിട്ടുന്നു അതുപോലെ നിർത്തുക. അറിയാവുന്ന വാല്യൂസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ എച്ച് എഫ് എന്ന് പറയുന്നത് ഹെഡ് ലോസ് ഇൻ ഫസ്റ്റ് പൈപ്പ്. ഓക്കെ, പാരലൽ പൈപ്പിന്റെ ആദ്യത്തെ ഹെഡ് ലോസ് എച്ച് എഫ് എന്ന് എടുക്കുക. അപ്പൊ FL/V²/D × 2G ആണ്. ഇനി diameter of parallel pipe is equal to D ആണ്. V1 is the velocity in the first parallel pipe. അത് നമുക്ക് അറിയത്തില്ല, അൺനോൺ ആണ്, അത് അതുപോലെ ഇടുക. ഇനി V1 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പറഞ്ഞിട്ടുള്ളത്? ഡിസ്ചാർജ് ബൈ ഏരിയ ആണ്. ഈ ഡിസ്ചാർജ് എന്ന് പറയുന്ന മെയിൻ ഡിസ്ചാർജിന്റെ ഹാഫ് ആണ്. ഓക്കെ, ആ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യമേ ഒരു പ്രോബ്ലം ചെയ്ത് അതുപോലെ തന്നെ ഇക്വേഷൻ ഇടുക. നമുക്ക് Q² D² നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി കണ്ടീഷൻ എടുക്കാവുന്ന എന്താ? ഈ രണ്ട് ഫോമിലെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ ഹെഡ് ലോസ്, അത് രണ്ടും ഈക്വൽ ആന്ന് പറയാം. അത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ടേംസ് ഒക്കെ അവിടെ ക്യാൻസൽ ആയി പോകുന്നുണ്ട്. കാരണം ഫുള്ളി പൈപ്പിനെ നമ്മൾ റീപ്ലേസ് ചെയ്തതാണ്. അപ്പൊ എല്ലും എല്ലാം ക്യാൻസൽ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡയമീറ്റർ മാത്രം അൺനോൺ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡയമീറ്റർ വാല്യൂ കിട്ടും. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ഔട്ട് ദ ന്യൂ ഡയമീറ്റർ റിക്വയർഡ്. അപ്പൊ നമുക്ക് കിട്ടേണ്ട രണ്ടാമത്തെ പൈപ്പിന്റെ ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഡയമീറ്ററിന്റെ വാല്യൂ കിട്ടും. കാരണം ഓൾഡ് പൈപ്പിന്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ന്യൂ പൈപ്പിന്റെ ഡയമീറ്റർ ഏത് ഇക്വേറ്റ് ചെയ്താൽ കിട്ടും? ഹെഡ് ലോസിന്റെ കണ്ടീഷൻ പഠിച്ചു വെച്ച് അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ പൈപ്പിന്റെ ഡയമീറ്റർ കിട്ടും. അപ്പൊ ഇത്രയും ഞാൻ 4 പ്രോബ്ലം ചെയ്ത്, ഈ 4 പ്രോബ്ലം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കോൺസെപ്റ്റ് ഒന്നാണ്, പക്ഷെ ഒരെണ്ണം പഠിച്ചാൽ അടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് അതുപോലെ തന്നെ ഇങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇത് 1 or 2 തവണ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ എന്നോട് ചോദിക്കുക. ആദ്യം നമുക്ക് വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കേസസ് ആണിത്. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ശരിയാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഓരോരു ഹോംവർക്കായിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു പ്രോബ്ലം അതിന്റെ എല്ലാം തന്നിട്ടുണ്ട്. ആദ്യം ചെയ്ത പ്രോബ്ലത്തിനെ പോലെയാണ് ഒരു ബ്രാഞ്ച് പൈപ്പ് വരുന്ന കേസസ് തന്നെയാണ്. അപ്പൊ ഇത് ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ് എന്ന് എഴുതി ചെയ്യുക. ഓക്കെ, കാരണം ഇതൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ഇത് ഒരുപാട് തവണ ഇതുപോലത്തെ ഉള്ള പ്രോബ്ലം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളുടെ ഒരു ഹോംവർക്കായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ തേർഡ് മോഡ്യൂള്. ഇനി തേർഡ് മോഡ്യൂളിൽ ഒരു പോർഷൻ വിട്ടത് കറക്ഷൻ ഫാക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ആണ് നമ്മളുടെ ചാപ്റ്ററിനകത്ത് മെയിൻ ആയിട്ട് സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് നോക്കിയേ. കൈനറ്റിക് എനർജി ഉണ്ട് ഫസ്റ്റ് ഫ്ലൂയിഡ് കൈനറ്റിക്സിനകത്ത്. കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ നമുക്ക് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടറിന്റെ കൂടെ നമുക്ക് പഠിക്കേണ്ട ഒരു കറക്ഷൻ ഫാക്ടർ ആണ് മൊമെന്റം കറക്ഷൻ ഫാക്ടർ. ക്വസ്റ്റ്യൻ എല്ലാ തവണ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ അല്ലെ മൊമെന്റം കറക്ഷൻ ഫാക്ടർ ഒരുമിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ അത് രണ്ടും എന്താ നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് പഠിച്ചാൽ മതി. ഡെഫിനിഷനിൽ കൂടുതലൊന്നും അതിനൊന്നും ചോദിക്കത്തില്ല. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ വെച്ചിട്ടാണ്. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു വേറൊരു കറക്ഷൻ ഫാക്ടറും ഉണ്ട്, മൊമെന്റം കറക്ഷൻ ഫാക്ടർ. അത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ബീറ്റ ആണ്. ഇനി എന്താണ് കൈനറ്റിക് എനർജി കറക്ഷൻ? നമ്മൾ ഓൾറെഡി നമുക്കറിയാം, നമ്മുടെ ആക്ച്വൽ ഡിസ്ചാർജ് എന്താ, തിയോററ്റിക്കൽ ഡിസ്ചാർജ് എപ്പോഴും വേരി ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ടേം ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. അതുപോലെ ഈ എനർജിയുടെ ടേംസ് വരുമ്പോൾ ആക്ച്വൽ എനർജിയും ആവറേജ് അല്ലെ പ്രാക്ടിക്കൽ എനർജിയും എപ്പോഴും വേരിയേഷൻ കാണും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആ എനർജിയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൈനറ്റിക് എനർജി കറക്ഷൻ. കൈനറ്റിക് എനർജിയെ കറക്റ്റ് ചെയ്യുന്നതാണ്, അല്ലാതെ കറക്റ്റ് ആക്കുന്ന ഒരു ഫാക്ടറാണ് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ. അതുപോലെ മൊമെന്റത്തിന്റെ ഒരുപാട് പ്രോബ്ലംസ് നമ്മളിവിടെ ചെയ്തിട്ടില്ല. ആക്ച്വലി മൊമെന്റത്തിന്റെ ഒരു സെക്ഷൻ നമ്മൾ എല്ലാ തവണയും പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സിലബസിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പൊ മൊമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മൊമെന്റിനും ഒരു കറക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യണം. ഇനി എന്താണെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഫോർമുല ശ്രദ്ധിച്ചാൽ മതി.
kinetic energy of flow per second. Kinetic energy per second based on actual velocity. ആ പൈപ്പിൽ കൂടെ പോകുന്ന ഫ്ലോയുടെ ഫ്ലോയുടെ ആക്ച്വൽ വെലോസിറ്റിയുടെ കൈനറ്റിക് എനർജി പെർ സെക്കൻഡിൽ എടുക്കുക. കൈനറ്റിക് എനർജി ഓഫ് ഫ്ലോ പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലോ പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആവറേജ് വെലോസിറ്റി. ഇതാണ് നമ്മുടെ കറക്ഷൻ ഫാക്ടർ. ഓക്കെ, ഇനി ഒരു നമുക്ക് ഡെറിവേഷൻ ഉത്തര മസ്റ്റ് അല്ല എങ്കിലും ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ വെലോസിറ്റി. ആക്ച്വൽ വെലോസിറ്റി ആണെങ്കിൽ എങ്ങനെ വരും? കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താ? ഹാഫ് mv². അതാണ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല. അപ്പൊ ഇവിടെ പെർ സെക്കൻഡ് ആകുമ്പോൾ ഹാഫ് mv² ഇൻറ്റു ടി ഡിവൈഡ് ബൈ ടി വരുന്നുണ്ടല്ലോ. ഇനി ഇവിടുത്തെ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? റോ ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇത് വോളിയം ആണ്, ക്യാപിറ്റൽ വി വോളിയം ആണ്. ഓക്കെ, ഇൻറ്റു v² ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടി. ഇനി വോളിയം ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ്. വോളിയം ബൈ ടൈം ഈസ് ഡിസ്ചാർജ്. ആ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പൊ അതിനെ ഞാൻ മാറ്റിയേക്കുവാണ്. വി ബൈ ടി എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ റോ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ബൈ 2. ഇനി ഇവിടെ രണ്ട് വെലോസിറ്റി വരുന്നു. വൈ ഇൻറ്റു വി സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടും? വി ക്യൂബ് ബൈ 2. ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ വെലോസിറ്റി. ഇനി ആവറേജ് വെലോസിറ്റി ആകുമ്പോൾ ഏത് മാത്രം വരും? റോ ഇൻറ്റു എ ഇൻറ്റു ബി ആവറേജ്. ഓക്കെ, ആവറേജ് ക്യൂബ് ഡിവൈഡ് ബൈ 2. അപ്പൊ ഇതിന്റെ രണ്ട് റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രൽ 0 to a. ദാറ്റ് മീൻസ് നമ്മൾ എപ്പോഴും ഒരു പൈപ്പിൽ നിന്ന് ഒരു സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ എപ്പോഴും അതിന്റെ ഡെറിവേഷൻ എടുക്കുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ എലമെന്ററി സ്ട്രിപ്പ് എടുക്കുമ്പോൾ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡി എ ഏരിയ വെച്ചിട്ട് എടുത്തിട്ട് പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യും. അതിന്റെ 0 തൊട്ട് ക്യാപിറ്റൽ ടോട്ടൽ ഏരിയ വരെയുള്ള എടുക്കും. അതാണ് ഇവിടെ ഇന്റഗ്രൽ ഓഫ് 0 to a. പിന്നെ കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ആക്കിയിട്ട് ബാലൻസ് വരുന്നതാണ് വി ക്യൂബ്. വി ഇവിടെ വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. v cube into dA divided by a v cube average cube. v average cube അല്ല ക്യാൻസൽ ചെയ്യല്. ഒന്ന് ആക്ച്വൽ വെലോസിറ്റി, ഒന്ന് ആവറേജ് വെലോസിറ്റി ആണ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ കറക്ഷൻ ഫാക്ടർ ഫോർ കൈനറ്റിക് എനർജി. ഓക്കെ ആണല്ലോ? ഇത് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ നമുക്ക് എല്ലാ തവണയും തിയറിക്കകത്ത് ചോദിക്കുന്നതാണ്. ഇതുപോലെ തന്നെ മൊമെന്റം കറക്ഷൻ ഫാക്ടർ പറയുവാണെങ്കിൽ മൊമെന്റം പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ മൊമെന്റം പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആവറേജ് വെലോസിറ്റി. ഇതുപോലെ മൊമെന്റത്തിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോർമുലയാണ് ഇന്റഗ്രൽ 0 to a v സ്ക്വയർ. v മീൻസ് വെലോസിറ്റി, വെലോസിറ്റി സ്ക്വയർ. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു കറക്ഷൻ ചെയ്തു തരാം. വെലോസിറ്റി സ്ക്വയർ ഇൻറ്റു ഡി എ ഡിവൈഡഡ് ബൈ എ ആവറേജ് വെലോസിറ്റി സ്ക്വയർ. അപ്പൊ ഇത്രയാണ്. അപ്പൊ വ്യത്യാസം നോക്കിയാൽ ആകെ വ്യത്യാസം കൈനറ്റിക് എനർജി ഫാക്ടർ വരുമ്പോഴത്തേക്കും വി ക്യൂബും വരും, മൊമെന്റും വരുമ്പോൾ വി സ്ക്വയറും വരും. ചോദിച്ച ഇത്രയും മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇതിന്റെ കൂടുതൽ ഡെറിവേഷനിലോട്ടൊന്നും പോകണ്ട. അപ്പൊ ഇതൊരു തിയറി സെക്ഷൻ ആണ്, നമ്മളുടെ എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എടുത്ത് പറഞ്ഞതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ തേർഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ പ്രോബ്ലംസ് എല്ലാം 1-2 തവണ ഒന്ന് എഴുതി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.